ഹലോ മക്കളെ, എല്ലാവർക്കും സൈലത്തിന്റെ മറ്റൊരു മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഇതിന് തൊട്ട് മുൻപുള്ള മലയാളം ക്ലാസ്സിലെ വീഡിയോയിൽ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു അക്കാഡമിക് ഇയറിൽ മലയാളം സെക്കൻഡിൽ അല്ലേ, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ട്, ആദ്യത്തെ യൂണിറ്റിന്റെ പ്രവേശകം, അതൊക്കെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് കനിവും കരുതലും എന്നാണ്. ഈ യൂണിറ്റിൽ നമുക്ക് 3 പാഠഭാഗങ്ങളാണുള്ളത്. കുരുവിയും കാട്ടുതീയും എന്നാണ് ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര്. രണ്ടാമത്തെ ചാപ്റ്ററാണ് കൊച്ചുദേവദാരു എന്ന് പറയുന്നത്. മൂന്നാമത്തത് പെരുമഴയത്ത് എന്ന് പറയുന്ന പാഠഭാഗമാണ്. നമ്മുടെ ആപ്പിൽ ഈ പെരുമഴയത്തൊക്കെ ഇപ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആപ്പിൽ നമ്മുടെ ബാച്ചിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ 3ാമത്തെ ചാപ്റ്റർ ഒക്കെ ഇപ്പോൾ നിലവിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഈ ചാപ്റ്റർ തുടങ്ങിയോ, കൊച്ചുദേവദാരു തുടങ്ങിയോ? അപ്പോൾ ഇത് ഭയങ്കര രസമായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞു തന്നിരുന്നു ഈ യൂണിറ്റിന്റെ പ്രാധാന്യം എന്താണ് അല്ലെ. നമുക്ക് ഓരോ യൂണിറ്റിനും എന്താണ് ഒരു സവിശേഷതയുണ്ടാവും. അപ്പോൾ ആ യൂണിറ്റിന്റെ എന്താ പറയാ, ഇപ്പോൾ പ്രകൃതിയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പരിസ്ഥിതിയാണെങ്കിൽ എന്താണ് അതുമായി ബന്ധപ്പെടുന്ന പാഠഭാഗങ്ങളായിരിക്കും ആ യൂണിറ്റിൽ എന്ത് ചെയ്യുന്നത് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലേ. നമ്മൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എന്താണ് പ്രകൃതി ചൂഷണങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പല രീതിയിൽ എന്ത് ചെയ്യാണ്, പ്രകൃതി ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അല്ലേ. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു എന്താ പറയാ മുന്നറിയിപ്പോ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്, അതിന്റെ പ്രാധാന്യത്തെ തിരിച്ചറിയാൻ ഒരുപാട് ലക്ഷ്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത് അല്ലെങ്കിൽ തിരിച്ചറിയാനുള്ളത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്, അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പാഠഭാഗമാണ് കൊച്ചുദേവദാരു എന്ന് പറയുന്ന നമ്മളുടെ പാഠഭാഗം. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് കേട്ടോ കൊച്ചുദേവദാരു എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒരു എന്താ പറയാ ട്രാൻസ്ലേറ്റഡ് കൃതിയാണ്. അതായത് മറ്റൊരു ഭാഷയിൽ എഴുതി നമ്മുടെ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഒരു കഥയാണ് കേട്ടോ. സി തങ്കമാണിത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. പഴയകാല റഷ്യൻ ജീവിത പശ്ചാത്തലത്തിൽ സെർഗെയ് മിഹൽക്കോഫ് എന്ന് പറയുന്ന എഴുത്തുകാരൻ രചിച്ച മികച്ച കഥകളുടെ സമാഹാരമാണ് ശിശിരത്തിലെ ഓക്കുമരം എന്ന പേരിൽ അറിയപ്പെട്ടത്. ഏതാണ്? സെർഗെയ് മിഹൽക്കോഫ് എഴുതിയിട്ടുള്ള കഥകളുടെ സമാഹാരമാണ്, അദ്ദേഹത്തിന്റെ മികച്ച കഥകളുടെ സമാഹാരമാണ് ഏതെന്ന് പറയുന്നത് ശിശിരത്തിലെ ഓക്കുമരം. ഈ കൃതിയെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് സി തങ്കം. ഓക്കെ, അപ്പൊ ഈ വിവർത്തന കൃതിയിലുള്ള ഒരു കഥയാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചുദേവദാരു. ഈ വിവർത്തന പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയും ഏത് തന്നെയാണ്, നമ്മുടെ കൊച്ചുദേവദാരു എന്ന് പറയുന്ന കഥ തന്നെയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് ജീവികൾ അല്ലെ, മഞ്ഞും മരങ്ങളും ജീവികളും പ്രകൃതിയും എല്ലാം ഈ ഒരു കഥയിൽ എന്ത് ചെയ്യാണ്, കഥാപാത്രങ്ങളായിട്ട് വരികയാണ് ഈ ഒരു കഥയിൽ, ഈ ഒരു കൃതിയിൽ. ഓക്കെ, അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ പ്രകൃതിയിൽ നമ്മൾ കാണുന്ന അല്ലെ വളരെ രസമുള്ള എന്താ പറയാ ജീവിതങ്ങളെയാണ് എന്ത് ചെയ്തത് ഈ ഒരു കഥയിൽ എഴുത്തുകാരൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ ശിശിരത്തിലെ ഓക്കുമരം എന്ന കഥയിലെ അല്ലെങ്കിൽ ആ കൃതിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കഥയാണ് ഇത് കൊച്ചുദേവദാരു എന്ന് പറയുന്ന കഥ. അപ്പൊ ഈ ഒരു കഥ നടക്കുന്നത് ഒരു വനപാലകന്റെ വീടിന്റെ മുമ്പിലുള്ള ഒരു കൊച്ചു ദേവദാരു അല്ലെ. ദേവദാരു മരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇതാണ് ദേവദാരു എന്ന് പറയുന്നത്. ഹിമാലയൻ പ്രദേശങ്ങളിലാണ് ഇത് ധാരാളമായിട്ട് വളർന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഒരു വൃക്ഷമാണ് കേട്ടോ, വളരെ എന്താ പറയാ ഹൈറ്റില് അല്ലെ ഒക്കെ പോകുന്ന, നമ്മളൊരു ക്രിസ്മസ് ട്രീ പോലെ പലപ്പോഴും ക്രിസ്മസിനൊക്കെ നമ്മൾ ഈ ലൈറ്റ്സ് ഒക്കെ കൊണ്ട് അലങ്കരിക്കുന്നതും എന്തിനാണ്, നമ്മളുടെ ഈ ഒരു ദേവദാരു മരത്തെയാണ് കേട്ടോ. അപ്പോൾ ഹിമാചൽ പ്രദേശ്, കാശ്മീർ, ഉത്തർപ്രദേശിന്റെ വടക്കൻ ഭാഗങ്ങൾ എന്നിവിടങ്ങൾ, പഞ്ചാബ്, ഇവിടെയൊക്കെ ഇത് സുലഭമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഒരു നമ്മുടെ ദേവദാരു എന്താണ് കൃഷി ചെയ്ത് കണ്ടുവരുന്നുണ്ട്. 85 മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു വൃക്ഷമാണിത്. 750-900 വർഷം പഴക്കമുള്ള ദേവദാരു വൃക്ഷങ്ങൾ വരെ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ കാതലും ഇലയും ഒക്കെ എന്താണ്, അതിൽ നിന്ന് ലഭിക്കുന്ന തൈലം അല്ലെങ്കിൽ എന്താണ് അതൊക്കെ ഔഷധമുള്ളതാണ്, ഗന്ധം അല്ലെ സുഗന്ധമുള്ളത് കൂടെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ചിലരുടെയൊക്കെ വീട്ടിലുണ്ടാവും ദേവദാരു. എൻ്റെ ഇല എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു മുള്ളു പോലെ ഉള്ളത് അല്ലെ. നമ്മൾ പണ്ട് എന്താ പറയാ ഈ ഇലകളൊക്കെ ശേഖരിക്കുന്ന സമയത്ത് ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള ഇലകളുടെ കൂട്ടത്തിലുള്ള ഒന്ന് ഇതാണ് ദേവദാരുവിന്റെ ഇലകളാണ്. ഭയങ്കര രസമാണ് അത് കാണാൻ അല്ലെ. അപ്പൊ ഭയങ്കര ഭംഗിയുള്ള ഒരു മരം കൂടെയാണ് ദേവദാരു എന്ന് പറയുന്നത്. അപ്പൊ ഈ ദേവദാരു ഒരു വനപാലകന്റെ അല്ലെ, വനത്തെ പാലിക്കുന്നു അല്ലെ, വനപാലകന്റെ വീടിന്റെ മുമ്പിലായിരുന്നു ആര് നിലനിന്നത്, ഒരു ചെറുതായിരുന്നു ദേവദാരു അല്ലെ, കൊച്ചു ദേവദാരു. ഓക്കെ, അപ്പം ബാക്കിയുള്ള വൃക്ഷങ്ങളൊക്കെ കുറച്ച് മാറിയിട്ടാണ്, കാട് കുറച്ച് മാറിയിട്ടാണ്. അപ്പൊ വലിയ ദേവദാരു മരങ്ങളും വേറെ ഒരുപാട് മരങ്ങളും ഒക്കെ അവിടെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മരമായിരുന്നു ഇത് കൊച്ചു ദേവദാരു എന്ന് പറയുന്നത്.
അപ്പൊ വനപാലകന്റെ മുമ്പിൽ ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും എന്താണ് ആശ്രയമായിട്ടാണ് ആര് വളരുന്നത്, കൊച്ചു ദേവദാരു വളരുന്നത് കേട്ടോ. അതേപോലെ എന്താണ് പക്ഷികളാണെങ്കിലും എലിയാണെങ്കിലും മുയലാണെങ്കിലും അല്ലെ, എല്ലാ ചിത്രശലഭങ്ങള് ഷഡ്പദ ഇങ്ങനെ എല്ലാവരും എന്ത് ചെയ്യുന്നു, നിരന്തരം അല്ലെ കൊച്ചു ദേവദാരുവിന്റെ അടുത്ത് വന്നിരിക്കും. കൊച്ചു ദേവദാരു ഒറ്റപ്പെട്ട് മാറി നിൽക്കണം, ഒറ്റയ്ക്കാണ് നിൽക്കണേ. ബാക്കി മരങ്ങളൊക്കെ കാട്ടിൽ കുറച്ച് മാറിയിട്ടാണ്. അപ്പൊ കൊച്ചു ദേവദാരുവിന് എന്ത് ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് ഒറ്റപ്പെടലിന്റെ വേദനയൊന്നും അനുഭവിച്ചിട്ടില്ലേ. കാരണം എന്താണ്, ഈ പക്ഷികളും എലിയും ഈ മുയലും ഒക്കെ എന്താണ് എപ്പോഴും ഈ കൊച്ചു ദേവദാരുവിന്റെ ചുറ്റും ഉണ്ടാവും. അപ്പൊ കൊച്ചു ദേവദാരു ഭയങ്കര ഹാപ്പി ആയിരുന്നു. മറ്റുള്ള വൃക്ഷങ്ങളൊക്കെ വളരെ വാത്സല്യത്തോടു കൂടിയാണ് ആരെ നോക്കിയിരുന്നത്, കൊച്ചു ദേവദാരുവിനെ. അങ്ങനെ വളരെ സുഖമുള്ള ഒരു ജീവിതമായിരുന്നു ആരുടെ, കൊച്ചു ദേവദാരുവിന്റെ ജീവിതം. അപ്പൊ അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യാനടാ, ഈ കൊച്ചു ദേവദാരുവിന്റെ അടുത്തേക്ക് അതിന്റെ ചില്ലയിന്റെ മുകളില് ഒരു മാക്പേ പക്ഷി വരെയാണ്. ഓക്കെ, ഒരു മാക്പേ പക്ഷി വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതിന്റെ കൊമ്പുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അല്ലെ ഊഞ്ഞാലാടാൻ തുടങ്ങി, ഇങ്ങനെ ശക്തിയിൽ ആടാൻ തുടങ്ങി. അപ്പൊ നമ്മുടെ കൊച്ചു ദേവദാരു പേടിച്ചു, ഇതൊക്കെ പൊട്ടിപ്പോയാലോ. അപ്പൊ കൊച്ചു ദേവദാരു പറഞ്ഞു, എന്റെ മാക്പേ പക്ഷിയെ ഇച്ചിരി മയത്തിലൊക്കെ അല്ലെ ഒന്ന് പതുക്കിയൊക്കെ ആട് ചെയ്യ്, എന്റെ കൊമ്പ് കൊടിഞ്ഞു പോവില്ലേന്ന് പറഞ്ഞു. അപ്പൊ മാക്പേ ദേഷ്യം പിടിച്ചിട്ട് മാക്പേ പറഞ്ഞു, ഇതെന്തിനാ ഇതിങ്ങനെ വെക്കുന്നത്, പുതുവർഷം വരുമ്പോ ഇതിന്റെ ചില്ലയൊക്കെ ആരെങ്കിലും ഒക്കെ കൊത്തിക്കൊണ്ടു പോയി, അപ്പൊ എന്തിനാ ഈ തലപ്പൊക്കെ, നിനക്ക് എന്തിനാണ്, കുറച്ചു കാലം കൂടെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മാക്പേ പക്ഷി ആരെ പേടിപ്പിച്ചു, നമ്മുടെ കൊച്ചു ദേവദാരുവിനെ പേടിപ്പിച്ചു അല്ലെ. പിന്നെ എന്ത് ചെയ്തു, കൊച്ചു ദേവദാരുവിന് ഭയങ്കര പേടിയായി അല്ലെ. പിന്നീട് പേടിയോടെയാണ് ഓരോ ദിവസവും തന്റെ തലപ്പൊക്കെ എന്താണ് പുതുവർഷത്തിൽ അലങ്കരിക്കാൻ വേണ്ടി ആരെങ്കിലും വെട്ടിക്കൊണ്ടു പോകും എന്നുള്ള ഭയത്തിലാണ് ആര് ജീവിച്ചത്, കൊച്ചു ദേവദാരു ജീവിക്കുന്നത് കേട്ടോ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടക്കുകയാണ് കഥയിൽ. അതായത് ഡിസംബർ 31 ദിവസം എന്ത് ചെയ്യണു, നമ്മുടെ കൂടുതൽ മഞ്ഞ് വീണ് മഞ്ഞിലിങ്ങനെ മൂടി പൊതിച്ചു കിടക്കുകയായിരുന്നു ആര്, കൊച്ചു ദേവദാരു. അപ്പോഴാണ് ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു മനുഷ്യൻ വന്നിട്ട് കൊച്ചു ദേവദാരുവിനെ ഇങ്ങനെ അല്ലേ ആ മഞ്ഞൊക്കെ അടർത്തി കളയും. അപ്പോൾ കൊച്ചു നിന്നെയാണ് ഇത്രയും കാലം അന്വേഷിച്ചതെന്നൊക്കെ പറയുകയാണ് കൊച്ചു ദേവദാരുവിന്. അപ്പോൾ പുതിയ കൊച്ചു ദേവദാരു എന്ത് ചെയ്തു, ബോധം കിട്ട് വീണുപോയി അല്ലേ. പക്ഷേ കൊച്ചു ദേവദാരു കണ്ണ് തുറക്കുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, നിറയെ അലങ്കാരങ്ങളും നമ്മുടെ ഈ ലൈറ്റുകളും അല്ലെ സ്റ്റാറും ഒക്കെ തൂക്കി അങ്ങ് അലങ്കരിച്ച് ഭംഗിയിൽ വെച്ചിരിക്കുകയായിരുന്നു ആര്, കൊച്ചു ദേവദാരുവിന് അല്ലേ. അപ്പൊ വനപാലകനായിരുന്നു വന്നത്. അപ്പൊ വനപാലകൻ എന്ത് ചെയ്തു, ആ വൃക്ഷത്തെ മുറിക്കാതെ നശിപ്പിക്കാതെ അതിനെ അതേപോലെ നിലനിർത്തി അതിന്റെ മേലെ അലങ്കരിച്ചിരിക്കുകയായിരുന്നു അല്ലെ. അപ്പൊ കൊച്ചു ദേവദാരുവിന് ഭയങ്കര സന്തോഷാവും അല്ലെ. അപ്പൊ ഇതേപോലെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യത്തിന്റെ, അതുപോലെ എന്താണ് പ്രകൃതിയെ നിലനിർത്തേണ്ടതിന്റെ അല്ലെ, മരങ്ങളും ജീവനുള്ളതാണ്, അല്ലെങ്കിൽ അവയെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ, ഇങ്ങനെ ഒരുപാട് മൂല്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ കൊച്ചു ദേവദാരു സന്തോഷത്തോടു കൂടെ എന്താണ് നിലനിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഥയുടെ അവസാനം കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വനപാലകന്റെ മക്കളൊക്കെ പറയുന്നുണ്ട് അല്ലെ, നന്നായി, എന്താണ് ഈ ഒരു അല്ലെ മരത്തെ ഇവിടെ നിർത്തിയത് നന്നായി അല്ലെ, അതിനെ മുറിക്കാതെ നിർത്തിയത് നന്നായി എന്ന് പറയണം. പിന്നെ വർഷങ്ങളോളം കൊച്ചു ദേവദാരുവിന് എന്ത് ചെയ്യാണ്, അതേപോലെ കൊച്ചു ദേവദാരു വളരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, അവർ ആ വൃക്ഷത്തെ അലങ്കാരത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു ഓരോ വർഷവും അല്ലെ. പിന്നീട് വനപാലകനൊക്കെ മാറി അല്ലെ, തലമുറ മാറി. അപ്പോഴും കൊച്ചു ദേവദാരു ആലോചിക്കുകയാണ്, തന്റെ ബാല്യകാലത്തെ കുറിച്ച് ആലോചിക്കുന്ന ഒരു ഭാഗം കൂടെയാണ് നമുക്ക് കഥയിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഭയങ്കര രസമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കഥ എഴുതിയിരിക്കുന്നത്. ഒരു കുഞ്ഞു കഥയാണ്, ഒരു 1.5 പേജിൽ മാത്രമുള്ള ഒരു കുഞ്ഞു കഥയാണ്. അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ പക്ഷെ എന്ത് ചെയ്യും, ഈ ഒരു പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചോദിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു കഥ എന്ന് പറയുന്നുണ്ട്. ചിലപ്പോ കൊച്ചു ദേവദാരുവിന്റെ ആത്മകഥ അല്ലെ, എങ്ങനെയായിരിക്കും ഈ ബാല്യകാലത്തെ കുറിച്ച് ഓർത്തതെന്നായിരിക്കാം. ചിലപ്പോൾ ഒരു സംഭാഷണം എഴുതാനായിരിക്കാം, മറ്റുള്ള വൃക്ഷങ്ങളോട് ഒരു സംഭാഷണം എഴുതാനായിരിക്കാം പറയുന്നത്. ചിലപ്പോൾ മാക്പേ പക്ഷിയുടെ പ്രവർത്തനത്തെ കുറിച്ചായിരിക്കാം നമ്മളോട് ചോദിക്കുന്നത്. ഇങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നു, ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അപ്പൊ കൊച്ചു ദേവദാരു എന്ന് പറയുന്ന കഥ പഴയകാല റഷ്യൻ ജീവിത പശ്ചാത്തലത്തെ അല്ലെ ആസ്പദമാക്കിക്കൊണ്ട് ആരെഴുതിയതാണ്, സെർഗി മിഹൽക്കോഫ് എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ ഒരുപാട് പ്രധാനപ്പെട്ട കഥകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള സമാഹാരമാണ് ശിശിരത്തിലെ ഓക്കുമരം എന്ന് പറയുന്നത്. ഈ കഥാസമാഹാരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കഥകളിൽ ഒന്നാണ് ഇത്, നമ്മുടെ കൊച്ചു ദേവദാരു എന്ന് പറയുന്ന കഥ. ഓക്കെ അല്ലേ, നമുക്ക് മനസ്സിലായോ? അപ്പൊ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സ്കൂളിൽ എടുത്ത ആളുകളൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്ക് മലയാളം ഫസ്റ്റ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമന്റ് ചെയ്യണം, ഇനി ഏത് പാഠമാണ് വേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനോടൊക്കെ പറയുക അല്ലേ. നിങ്ങൾ ജോയിൻ ചെയ്താണോ, നമ്മുടെ യോധ ബാച്ചിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തോ നിങ്ങൾ? അപ്പോൾ ഇനി പരീക്ഷയുടെ ഡേറ്റ് ഒക്കെ വന്ന് നിങ്ങൾക്കറിയാം, ഓണപരീക്ഷ എന്താണ് ഏറ്റവും അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വളരെ വേഗത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് പഠിച്ചു തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ സൈലം എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാനായിട്ട്
ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക, വേഗം തന്നെ നമ്മുടെ ബാച്ചുകളിൽ അഡ്മിഷൻ എടുക്കാം. നമുക്ക് അടിപൊളിയായിട്ട് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മക്കൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ.